സല്യൂട്ട് സ്നേഹിതരെ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, കൊലപാതകം ചെയ്യാനുള്ള ഒരു മുഖ്യ കാരണം ഭയമാണ്. ഭയത്തിൽ കൊലപാതകം ചെയ്തിട്ടുള്ള പല തടവുപുള്ളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീ ഭയത്തിന്റെ പുറത്ത് ഭർത്താവിനെ കൊന്ന ഒരു കഥ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ചില മോഷ്ടാക്കൾ ആരെയും കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും ആയിരിക്കില്ല. അവരൊരു വീട്ടിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വീട്ടുകാർ ഉണരുവോ അവരെ പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ ഈ കള്ളനെ പിടിക്കാൻ ഒരു ശ്രമം നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ അറ്റാക്ക് ചെയ്ത കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ, കള്ളന്മാർ എന്തായാലും ആയുധങ്ങൾ കയ്യിലുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് അടിക്കുകയും ഇടിക്കുകയും കുത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ മരിച്ചു പോകുന്ന സന്ദർഭങ്ങൾ, കള്ളൻ തന്നെ പറഞ്ഞിട്ട് കൊല്ലണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിപ്പോയി, രക്ഷപ്പെടാനുള്ള ഒരു ബഹളത്തിനിടെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ കള്ളന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഭയത്തിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ പ്രതിയെ ഞാൻ ജയിൽ DGP ആയിരുന്നപ്പോൾ കണ്ട ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു എന്നെ കാണാനായിട്ട്. അവരുടെ പേര് മറിയമ്മ എന്നാണ്, പക്ഷെ അവര് സ്വയം പരിചയപ്പെടുത്തിയത് കുഞ്ഞമ്മ എന്നായിരുന്നു. ചെങ്ങന്നൂരാണ് വീട്. അവരുടെ മകൻ ജയിലിൽ കിടക്കുന്നുണ്ട്. കൊലപാതക കേസ് കൊന്നത് അവന്റെ അച്ഛനെ തന്നെയാണ്, എന്റെ ഭർത്താവിനെയാണ്. അപ്പൊ അവരെ കരഞ്ഞുകൊണ്ടാണ് വന്നത്. വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരവിടെ US നേഴ്സാണ്. 30-35 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്. ഇപ്പൊ ഏകദേശം ഒരു 62 വയസ്സിനോടടുപ്പിച്ച് പ്രായമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ ഭർത്താവിന് 68 വയസ്സുണ്ടായിരുന്നു. അയാള് മിലിറ്ററിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. വിവാഹത്തിന് ശേഷം അത് ഉപേക്ഷിച്ച് അമേരിക്കയിൽ ഇവരുടെ കൂടെ പോയി എന്തോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സോ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു. ഇവർക്ക് 3 മക്കളാണുള്ളത്. അതിൽ മൂത്ത മകനാണ് ഷെറിൻ ജോൺ എന്ന് പറയുന്ന വ്യക്തി. 36 വയസ്സുണ്ട്. അയാളാണ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുന്നത്. അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇംഗ്ലീഷേ സംസാരിക്കാൻ അറിയാവൂ. ജനിച്ചു വളർന്നത് അമേരിക്കയിലായതുകൊണ്ട് വളരെ അപൂർവമായിട്ട് നാട്ടിലൊക്കെ വരാറുള്ളൂ. അപ്പൊ മലയാളം വലിയ കംഫർട്ടബിൾ അല്ല. ജയിലിൽ വന്നതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൻ അനുഭവിക്കുന്നുണ്ട്. ഭക്ഷണം ശരിയാവുന്നില്ല, എപ്പോഴും വയറിന് അസുഖമാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം, ഇന്നലെ അവൻ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, എന്നെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന. ജയിലിന്റെ അറയ്ക്കകത്ത് സെല്ലിൽ കിടന്ന മറ്റൊരു വ്യക്തി അയാളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഞെട്ടിപ്പോയെങ്കിലും എനിക്കറിയാം ജയിലിൽ അറയ്ക്കകത്ത് അത് പതിവുണ്ട് എന്നുള്ളത്. കാരണം പുരുഷന്മാര് മാത്രമാണ് കിടക്കുന്നതെങ്കിലും ഹോമോസെക്ഷുവാലിറ്റി ഒരു പരിധി ഉണ്ട് അവിടെ. വീട്ടിലൊന്നും പോകാതെ പെണ്ണുങ്ങളെ ഒന്നും കാണാതെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന വികാരങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകളാണല്ലോ. അപ്പോ ചിലപ്പോ ചെറിയ പയ്യന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനിങ്ങനെ ഇതുപോലെ ഉപദ്രവം ഉണ്ടാവാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പുതിയ ആളുകളെ ജയിലിൽ കൊണ്ടുവരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ടൊക്കെയാണ് നോക്കുന്നത്. അതുപോലെ വിചാരണ തടവുകാരെയും ശിക്ഷാ തടവുകാരെയും ഒരുമിച്ച് ഇടാറില്ല. പലപ്പോഴും അംഗീകാരത്തോടു കൂടിയും ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അംഗീകാരത്തോടു കൂടി. എല്ലാ ജയിലറകളിലും വീഡിയോ ക്യാമറകളുണ്ട്. അപ്പൊ ചിലപ്പോഴൊക്കെ ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ എൻ്റെ അടുത്ത് പറയും, വീഡിയോ ക്യാമറയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ ഷീറ്റിന്റെ ഇടയിൽ പായുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ അനക്കം ഇങ്ങനെ കാണുമ്പോൾ പോയി നോക്കി ഇങ്ങനെ നിർത്തന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതങ്ങനെ നടക്കും അവിടെ. നമുക്കൊരു പരിധി വിട്ട് അങ്ങോട്ട് ഓഫീസേഴ്സും അത് ഇഗ്നോർ ചെയ്യാറുണ്ട്. വലിയ പരാതിയായിട്ട് വന്നാൽ മാത്രമേ പ്രശ്നം ഉണ്ടാവാറുള്ളൂ. അപ്പൊ അതങ്ങനെ ജയിലിൽ നടക്കുന്ന കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്ത്രീ പറഞ്ഞത് എന്റെ മോന്റെ അനുവാദമില്ലാതെ അവനെ ബലമായിട്ട് പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ റേപ്പ് ചെയ്തു, അവന് ഏനൽ സെക്സ് നടത്തി എന്നുള്ള മട്ടിൽ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നി. ഞാൻ അവരെ സമാധാനിപ്പിച്ച് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ ജയിലിലോട്ട് ചെന്നു. ഞാൻ സൂപ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സൂപ്രണ്ട് സന്തോഷമായിരുന്നു, നല്ല മെഡിക്കലായിട്ടുള്ള വളരെ നല്ല ഒരു ഓഫീസറായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിക്കും മാഡം, ഞാൻ എന്തായാലും അന്വേഷിക്കാന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ചെന്നു. ഞങ്ങൾ അവനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവൻ പറഞ്ഞതുപോലെ തന്നെ നല്ല അമേരിക്കൻ ആക്സെന്റിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. മലയാളം വളരെ ചെറിയ രീതിയിലേ സംസാരിക്കുള്ളൂ. ഇവൻ നല്ല സൈസ് ഉണ്ട്, നല്ല പൊക്കവും വണ്ണവും ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് റെസിസ്റ്റ് ചെയ്തില്ല എന്ന്. ഇവന് പേടിച്ചു പോയി. എനിക്ക് പേടിയാണ്, എപ്പോഴും ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞു. ഐ എം ഓൾവേസ് സ്കേർഡ്. I get scared with such things. Physical attack is very scary to me. I'm frightened എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞ വേറൊരു സ്ഥലത്ത് മാറ്റാം, ആരെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആളെ ഐഡന്റിഫൈ ചെയ്തു. അവൻ ശിക്ഷ കഴിഞ്ഞ് കിടക്കുന്ന ഒരു തടവുകാരനാണ്. അവനെ നമ്മൾ വിയൂരിലേക്ക് മാറ്റി. പിന്നീട് ഒരു ശിക്ഷ എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് നിന്ന് വിയൂർ ജയിലിലേക്ക് സ്ഥലം മാറ്റുകയും ഈ പയ്യന് കുറച്ചും കൂടെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സെല്ലിലേക്ക് കുറച്ചുകൂടെ മനുഷ്യത്വമുള്ള കുറെ ക്രിമിനൽസിന്റെ കൂട്ടത്തിൽ അവനെ കിടത്തി. ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെങ്കിലും എനിക്ക് അവനോട് എന്തുകൊണ്ടോ സംസാരിക്കണം തോന്നി. കാരണം ഇങ്ങനെ പേടിച്ചു കഴിയുന്ന ഇത്രയും വലിപ്പമുള്ള ഒരാള്, അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരാള്
എന്തുകൊണ്ടാണ് സെൻട്രൽ ജയിലിൽ ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ പിന്നീട് ചോദിച്ചു. അത് ഞാൻ പറയാം നിങ്ങളോട് എന്തുകൊണ്ടാണെന്ന്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പോയി ഈ ഷെറിൻ ജോൺ എന്നാണ് അവന്റെ പേര്. അപ്പൊ ഷെറിന്റെ അടുത്ത് ഞാൻ പോയി സംസാരിച്ച ഒരു സംഭവം കൂടെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഈ ഷെറിന്റെ അച്ഛൻ വളരെ ക്രൂര സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ സിനിമയിലെ തിലകന്റെ ഒരു കഥാപാത്രം കണ്ടിട്ടില്ല, ചാക്കോ മാഷ കുട്ടിയെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കണക്ക് പഠിക്കാത്തതിന്. അതുപോലെയുള്ള ഒരു ക്യാരക്ടറായിരുന്നു ജോൺ എന്നാണ് ഈ കുട്ടി പറയുന്നത്, ഷെറിൻ എന്നോട് പറഞ്ഞത്. അതായത് ചെറുപ്പകാലം മുതൽ അവനെ ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതായത് കൈകൊണ്ടും വടി കൊണ്ടും കിട്ടുന്ന ബെൽറ്റ് വെച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ചും ഒരുപാട് അടിക്കുമായിരുന്നു. മാനസികമായും പേടിപ്പിച്ചു വെച്ചിരിക്കും. അപ്പൊ അവന് ഭീതിയിൽ വളർന്ന ഒരു കുട്ടിക്കാലമാണ് അവനുണ്ടായിരുന്നത്. അവന് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട്. അവരെ ഒന്നും ഇതുപോലെ ദ്രോഹിച്ചിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് അമ്മ അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വരും. പക്ഷെ ഇവന്റെ കാര്യത്തിൽ എന്തുകൊണ്ടോ അമ്മയ്ക്കും വലിയ നിസ്സംഗത പോലെയാണ്. എന്തായാലും ഇവൻ ഒരുപാട് ഉപദ്രവം ഏറ്റ് വളർന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അച്ഛൻ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമാണ്. രാവിലെ ഇത് തിന്നാ മതി, പുറത്തോട്ട് പോകണ്ട. അമേരിക്ക ഒരു ഫ്രീ സൊസൈറ്റിയാണ്, പക്ഷെ എന്നാലും ഫ്രീഡം അവൻ ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നുള്ള മട്ടിലാണ് അവൻ സംസാരിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചതാണ്. 2016 മെയ് 25 ആണ് ഇവന്റെ അച്ഛൻ ചെങ്ങന്നൂര് വന്നപ്പോ, അതായത് അമേരിക്കയിൽ നിന്ന് കുടുംബസമേതം ചെങ്ങന്നൂര് വന്നപ്പോ അയാൾ മാത്രം തിരിച്ചു പോകാതെ അവർക്ക് അവിടെ ഒരുപാട് സ്വത്ത് വകകളുണ്ട്. അത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, ഗോഡൌൺ ഉണ്ട്, കുറെ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞാൽ അയാൾ മാത്രം നിൽക്കുകയും അയാളുടെ ഭാര്യയും മക്കളും തിരിച്ച് അമേരിക്കയിലേക്ക് പോകും. അവർക്കൊക്കെ ജോലി ഉള്ളതും അവിടെ പഠിക്കുന്നതും സെറ്റിൽഡും ഒക്കെയാണ്. അപ്പൊ അവർ തിരിച്ചു പോവുകയും ചെയ്തപ്പോ ഇവനെ ഒരു കാരണവശാലും വീട്ടിൽ വന്ന് നിൽക്കരുത് എന്ന് കർശനമായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് നീ വീട്ടിൽ വന്ന് നിൽക്കണ്ട, ഇവിടെ ഒരുപാട് വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളതാണ്, നീ ഇവിടെ വന്ന് നിൽക്കണ്ട, നീ എവിടെയെങ്കിലും ഹോട്ടലിൽ താമസിച്ചാൽ മതി. ഇവൻ ജോലി ചെയ്യുന്നത് IT ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു കമ്പനിയിലാണ്. അപ്പൊ അത് അവനൊട്ടും ഇഷ്ടമില്ലാതെ കിട്ടിയ ജോലിയാണ്. അച്ഛനെ നിർബന്ധത്തിൽ ചേർന്നതാണ്. അവൻ അമേരിക്കയിൽ തന്നെ ജോലി ചെയ്യുന്നതായിരുന്നു താല്പര്യം. ഇയാൾ നിർബന്ധിച്ച് പറഞ്ഞല്ല ബാംഗ്ലൂർ തന്നെ നീ പോയി ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ 3-4 വർഷമായിട്ട് ബാംഗ്ലൂർ ഒരു കമ്പനി ജോലിയാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോഴും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വീട്ടിൽ വരുമ്പോഴും ഒന്നും വീട്ടിൽ നിൽക്കാനായിട്ട് അവനെ സമ്മതിക്കില്ല. പക്ഷെ അച്ഛൻ വന്നപ്പോൾ പറഞ്ഞ ഞാനുണ്ടല്ലോ എന്തായാലും, അപ്പൊ നീ വന്ന് നിന്നോ എന്ന് പറഞ്ഞ അങ്ങനെ അവൻ വന്നു നിന്നു. ഇവനോട് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒരു കാര്യവും നോക്കാൻ പാടില്ല, എസ്റ്റേറ്റിലെ ഒരു കാര്യവും നോക്കാൻ പാടില്ല, ഗോഡൌണിലെ ഒന്നും ചെയ്യാൻ പാടില്ല, അയാളുടെ മാനേജരോടോ അവിടെയുള്ള എംപ്ലോയീസിനോടോ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കർശനമായിട്ട് കുറെ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവനൊന്നും ചെയ്യാറില്ല. ഇവന് കാശിലൊക്കെ അത്യാവശ്യം വരുവാണെങ്കിൽ ഇവൻ അമ്മയെ വിളിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അച്ഛനോട് പല പ്രാവശ്യം ചോദിച്ചപ്പോഴും അച്ഛൻ ഭയങ്കരമായിട്ട് ബഹളം വെച്ചിരുന്നു. അപ്പൊ അവനെ നിൽക്കുന്ന സമയം ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കണക്കുകൾ നോക്കിയപ്പോൾ 1.5 ലക്ഷം രൂപയുടെ കുറവുണ്ട്. അത് ഇവൻ എടുത്തതാണ് എന്ന് ജോൺ പറയുന്നുണ്ട്. ഇവൻ പറയുന്നത് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ പേരിൽ അച്ഛൻ ഇങ്ങനെ മോനെ ഒരുപാട് ഹരാസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ അന്ന് 25 രാവിലെ അച്ഛൻ എണീറ്റ് മോന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നമ്മുടെ കാറിന്റെ AC വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ അത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഷോറൂമിൽ കൊണ്ടുവന്ന് ശരിയാക്കണം, പുതിയ കാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ മോൻ പറഞ്ഞു അതിന് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മള് കൊണ്ടുപോയി അവിടെ പറഞ്ഞൊരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണ്ടേന്ന് ചോദിച്ചപ്പോ അവന് വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു അന്നുമല്ല നീ വാങ്ങുന്നത്. അപ്പൊ അവൻ എനിക്കിന്ന് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ബാംഗ്ലൂരിൽ പോകണം, ഡ്രൈവറെ വെച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ നല്ല ഡ്രൈവർ ഒന്നും വേണ്ട നീ മതി എന്ന് പറഞ്ഞു. അച്ഛൻ അവനെയും വിളിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തോട്ട് പോയത്. അപ്പോഴേ അവനൊരു സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ 1.5 ലക്ഷം രൂപ കാണാത്തതിന്റെ പേരിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കാനുള്ള പോക്കാണോ എന്ന്. അതോട് പോകുന്നതിന് മുമ്പ് അവൻ അച്ഛന്റെ ഒരു റിവോൾവർ ഉണ്ട്, അയാൾക്കൊരു റിവോൾവർ ഉണ്ടായിരുന്നു, അതെടുത്ത് ഇവന്റെ പോക്കറ്റിലേക്ക് വെച്ചു അച്ഛൻ അറിയാതെ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അടിക്കാനോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രായത്തിലും അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തോക്ക് ചൂണ്ടി അടിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് എടുത്തതാണെന്നാണ് അവൻ പറയുന്നത്. എന്തായാലും അതുമായിട്ട് അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് തിരുവനന്തപുരം വരെ പോയി. പോകുന്ന സമയത്തൊക്കെ കുറെ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കാര്യമാക്കി ഇടയ്ക്കൊക്കെ അവിടെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചു. തിരുവനന്തപുരത്തെ കാർ ഷോറൂമിൽ നിന്ന് അവരോട് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് റിപ്പയർ ചെയ്ത് തരാനൊന്നും പറ്റില്ല, നിങ്ങൾ നേരത്തെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്, ഇവിടെ മെക്കാനിക് ഇല്ല, അതുകൊണ്ട് ഒന്നുകിൽ കാർ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പോയി ശരിയായിട്ട് വന്ന് കളക്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ വേറൊരു ദിവസം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ കാർ വെച്ചിട്ട് പോകാനായിട്ട് അവർക്ക് പറ്റില്ല എന്ന് അവർ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. അങ്ങനെ മോൻ അച്ഛനോട് ചോദിച്ചു കേട്ടോ ഞാൻ പറഞ്ഞില്ല അച്ഛൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്നാൽ മതി. അപ്പൊ അതിന്റെ പേരിൽ വേറൊരു ബഹളം ഉണ്ടായി. അവസാനം ഇവർ രണ്ടുപേരും കൂടി ഇവൻ വീണ്ടും വണ്ടി ഓടിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോ ഏകദേശം 5:30 മണിയൊക്കെ കഴിഞ്ഞു വൈകിട്ട് സമയത്തേക്ക്. അപ്പം തിരിച്ചു വരുന്ന വഴിക്കും ഇതുപോലെ വഴക്കുണ്ടായി. ഈ പൈസയുടെ കാര്യത്തിന്റെ പേരിൽ വീണ്ടും അവനോട് എന്തൊക്കെയോ സംസാരിക്കുകയും അവൻ എന്തോന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മകന്റെ തലയിലിട്ട് കൈ വെച്ച് 2-3 അടിയൊക്കെ കൊടുത്തു. അപ്പം ഇവൻ 2-3 പ്രാവശ്യം ഇങ്ങനെ തലയിടിച്ച് വിഷമം തോന്നിയപ്പോ ഇവൻ വണ്ടി നിർത്തിയിട്ട് അവൻ ഒരു വളരെ വിജനമായിട്ടുള്ള സ്ഥലമായിരുന്നു, അധികം ആൾക്കാരും ഇല്ലായിരുന്നു. അവൻ പെട്ടെന്ന് തോക്കെടുത്തിട്ട് അച്ഛന് നേരെ തിരിഞ്ഞിട്ട് പടപട 4 വെടിയെന്ന് വെച്ചു. തലയിലാണ് കൊണ്ടത്. അപ്പൊ തന്നെ അയാള്
മരിച്ചു പോവുകയും ചെയ്തു. അപ്പം കുറച്ച് വിജനമായ റോഡായിരുന്നു, ആരും ഇല്ലായിരുന്നു റോഡില്. അതുകൊണ്ട് ഇവൻ വേഗം അച്ഛനെ താത്തി കിടത്തിയിട്ട് സീറ്റ് മടക്കി അതിന്റെ പുറത്തോട്ട് ഇട്ടിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി വേറൊരു സ്ഥലത്തിട്ട് ഇയാളെ പുറകിലോ മറ്റോ പിടിച്ച് കിടത്തിയിട്ട് നേരെ തിരിച്ച് അങ്ങോട്ട് പോവുക, വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കാർ അവിടെ പാർക്ക് ചെയ്ത ആൾ കിടന്ന് ഉറങ്ങി. രാത്രിയിലെങ്ങാണ്ട് കുറെ അർദ്ധരാത്രി 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഈ വണ്ടിയും കൊണ്ടുപോയി അയാളുടെ ഗോഡൌണിലോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഗോഡൌണിൽ കൊണ്ടുപോയപ്പോ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഗാർഡ് കണ്ടു. ഗാർഡിനെ കണ്ടപ്പോൾ ഇയാൾ കൈപൊക്കി കാണിച്ചു ഗാർഡിനെ. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ബേസ്മെന്റിലോട്ട് കാറ് കയറ്റി പാർക്ക് ചെയ്തത്. അപ്പൊ അവിടെ ഇട്ടിട്ട് അവൻ അച്ഛനെ ഒരു ഗോഡൌണിന്റെ അകത്തോട്ടെങ്ങാണ്ട് കൊണ്ടുപോയി അതിന് മുമ്പ് ഒരു പെട്രോളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സ്ഥലത്ത് നിന്ന്. അപ്പൊ അത് വെച്ചിട്ട് ഒഴിച്ച് കത്തിച്ച് നശിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയത് സക്സസ്ഫുൾ ആയില്ല. കാരണം നല്ല പുകയും തീയും ഒക്കെ വന്ന് ഗോഡൌൺ അന്തരീക്ഷത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, തുറസായ സ്ഥലമല്ല. അപ്പൊ അത് പിന്നെ അവനൊരു ആയുധം വെച്ച 6 കഷ്ണമായിട്ട് എങ്ങാണ്ട് വെട്ടി മാറ്റി ഓരോന്നും ഓരോ ചാക്കിനായിട്ട് കെട്ടി അവൻ കൊണ്ട് പല സ്ഥലത്തായിട്ട് ഒഴുക്കുകയോ ഇടുകയോ ഒക്കെ ചെയ്തിട്ടാണ് തിരികെ വീട്ടിൽ വന്നിട്ട് അവൻ നേരെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്കൊരു അബദ്ധം പറ്റി, അമ്മ ഇനി എന്നെ വിളിക്കണ്ട, ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൻ ഫോൺ ഡിസ്കണക്ട് ചെയ്ത് പിന്നെ അവനെ കുറിച്ചൊരു വിവരവും ഇല്ല. അപ്പൊ ഈ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു. എന്നിട്ട് അവര് അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിൽ വന്നിട്ട് പോലീസിനോട് പറഞ്ഞു, ഇങ്ങനെ എന്റെ ഭർത്താവിനെ കാണുന്നില്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മോൻ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുകയും ചെയ്ത് എനിക്ക് പേടിയാവുന്നു, എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കാവോ, ഇങ്ങനെ ഭർത്താവ് എപ്പോഴും ഇങ്ങനെ മോനെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അന്ന് കോട്ടയം SP അശോക് കുമാർ ആയിരുന്നു, വളരെ മിടുക്കനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഓഫീസറാണ്. അദ്ദേഹം ഞൊടിയിടയിൽ കേസ് തെളിയിച്ചു. അദ്ദേഹത്തിന്റെ ടീമിലുള്ള സമർത്ഥരായിട്ടുള്ള കുറച്ച് ഓഫീസേഴ്സ് പല സ്ഥലത്തായിട്ട് കിട്ടിയ ബോഡി പാർട്സ് ഒക്കെ കിട്ടി. അവരത് വെച്ച് ഇയാളാണ്, ജോണിന്റെ ബോഡിയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. എനിക്ക് ഒരു കാല് മാത്രം എവിടുന്നോ കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാ ഭാഗങ്ങളും കിട്ടി, തലയും കിട്ടി. അങ്ങനെ ഇവനെ തപ്പി നടന്ന് ഇവന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ കൊടുത്ത് ഇവനാണെങ്കിൽ ഒരിടത്തും പോയിട്ടില്ല. ഇവൻ അവിടെ കോട്ടയത്ത് തന്നെയുള്ള ഒരു ഹോട്ടലില് മുറിയെടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു. പോലീസിൽ പിടികൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമായിരുന്നോ അതോ എങ്ങനെയെങ്കിലും സറണ്ടർ ചെയ്യാനുള്ള ഉദ്ദേശമായിരുന്നോ എന്തായാലും അറിയില്ല. അവൻ അവിടുന്ന് പോകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് പോലും അവൻ പോയില്ല. എന്തായാലും പലയിടത്ത് ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ CCTV ക്യാമറയുടെ സഹായം കൊണ്ട് ഇവന്റെ അവൻ ആ കാർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അത് ട്രേസ് ചെയ്ത് ഈ ഹോട്ടലിലുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടാണ് അവസാനം അവിടുന്ന് അവനെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ്. അപ്പൊ അങ്ങനെ അവൻ പോലീസിന്റെ അടുത്ത് ഒപ്പം തന്നെ തുറന്നു പറഞ്ഞു, ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് പോലീസിൽ നിന്ന് അടിയൊന്നും കൊള്ളേണ്ടി വന്നില്ല. ജയിലിലാണെങ്കിലും അവന് വേറെ ഒന്നും ഇല്ല, എല്ലാ തെളിവുകളും അവനെതിരെയാണ്. അവൻ അത് ഡിനൈ ചെയ്യുന്നൊന്നുമില്ല, സമ്മതിച്ചു ഞാൻ പേടിച്ചിട്ട് ചെയ്തതാണ് എന്നുള്ള കാര്യം അവൻ പറയുന്നുണ്ട്. അങ്ങനെ 2016 മുതല് ഞാൻ പോയ സമയം വരെ 2010, 18, 19 വരെ അവനിങ്ങനെ അവിടെ കിടക്കുകയാണ്. അപ്പൊ ജയിലില് ഞാൻ ഉണ്ടായിരുന്ന സമയം മുഴുവനും അവന്റെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവന്റെ ഓരോ കാര്യങ്ങളായിട്ട് വരും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവൻ ഈ ചെങ്ങന്നൂരിൽ നടന്ന കൊലപാതകം, മാവേലിക്കര സെഷൻസ് കോടതിയിലെ കേസ്, എന്തിനാണ് അവൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്റെ മുൻഗാമി ചെയ്തതാണ്. ഇവൻ ആലപ്പുഴ ജയിലിൽ വെച്ചിട്ടും ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായി. ആലപ്പുഴ ജയിൽ വളരെ ചെറുതാണ്, അവിടെ സൗകര്യങ്ങൾ തീരെ കുറവാണ്, കൂടാതെ ഒരുപാട് അന്തേവാസികളും അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവന് അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവന് വയറിന് അസുഖം വരികയും ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി പോകേണ്ടി വരികയും അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നപ്പോ അവന്റെ അമ്മയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഗവൺമെന്റ് തന്നെ ഓർഡർ ഇട്ടിട്ട് അവനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. സെൻട്രൽ ജയിലിൽ പൊതുവെ നമ്മള് ശിക്ഷാ തടവുകാരെയാണ് നിർത്താറുള്ളത്. വിചാരണ തടവുകാർക്ക് ജില്ലാ ജയിലാണ്. പക്ഷെ ജില്ലാ ജയിലിലും അവർക്ക് അവിടെ സൗകര്യം കുറവായതുകൊണ്ട് സെൻട്രൽ ജയിൽ കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ്. അവിടെ ഡോക്ടർമാരുടെ സൗകര്യമുണ്ട്, മറ്റ് ജോലി ചെയ്യിക്കാനായിട്ടുള്ള താല്പര്യമുണ്ട്. അവന് ജോലി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ആ സമയത്ത് ഞാൻ ഒരു ഓർഡർ ഇറക്കിയിരുന്നു. നമ്മള് വിചാരണ തടവുകാരാണെങ്കിലും ജയിലിനകത്ത് ഫുൾ ടൈം അടച്ചിട്ടോണ്ടിരിക്കേണ്ട, അവരെ പുറത്തൊക്കെ ഇറക്കി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരു മാനസിക ഉല്ലാസം അവർക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ജയിലുകളിലും ഞാൻ സ്കില്ലിംഗ് ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിരുന്നു. സ്കിൽ ഡെവലപ്മെന്റിന്റെ കുറെ ആൾക്കാർ വന്ന് ബാഗ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും, പെയിന്റിങ് പഠിപ്പിക്കും, താല്പര്യമുള്ള കാര്യങ്ങൾ ഷൂ മേക്കിംഗ് പഠിപ്പിക്കുമായിരുന്നു, വസ്ത്രം തയ്ക്കാനായിട്ട് പഠിപ്പിക്കുമായിരുന്നു, ഡോൾ മേക്കിങ്, നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ, അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ സ്കില്ല് കൊടുത്തിരുന്നു. അപ്പൊ അവരെ കൊണ്ട് അത് ചെയ്യിക്കുകയും പിന്നെ ഗാർഡനിൽ കുറച്ച് വർക്ക് ചെയ്യിക്കുകയും ചില സ്ഥലങ്ങളിൽ വാഴത്തോട്ടവും ഒക്കെ കൃഷിയും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പരിപാലനത്തിനായിട്ടും ഒക്കെ ഈ വിചാരണ തടവുകാരെയും നിയോഗിക്കുക വഴി അവർക്ക് കൂടെ കുറച്ചുകൂടെ എപ്പോഴും ഇങ്ങനെ മുറിക്കകത്ത് തന്നെ സെല്ലിനകത്ത് തന്നെ അടച്ചിരുന്ന ഒരു വല്ലാത്ത സമ്മർദ്ദം വരും. പുറത്തൊക്കെ ഇറക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാന്ന് ഞങ്ങളുടെ നിർദ്ദേശത്തിന്റെ പുറത്ത് അത് തുടങ്ങിയിരുന്നു. ഈ ഷെറിനും ഇതുപോലെ ജോലി ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ളത് കൊണ്ട് സെൻട്രൽ ജയിലിലാകുമ്പോൾ അവിടെ ഫാക്ടറി ഉണ്ട്, സോപ്പ് ഫാക്ടറി ഉണ്ട്, പിന്നെ അതുപോലെ ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റ് ഉണ്ട്, അങ്ങനെ പല 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 വ്യത്യാസമായിട്ടുള്ള കുറെ ജോലി വെച്ചു. കാർപ്പൻട്രി യൂണിറ്റ് ഉണ്ട്,
അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവനെ സെൻട്രൽ ജയിലിലോട്ടാണ് പാർപ്പിച്ചിരുന്നത്. കുഞ്ഞമ്മ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്ന് ഇവന്റെ കാര്യം പറയാറുണ്ട്. അവർ അമേരിക്കയിലാണ്, നേഴ്സാണ്, അവർക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റത്തില്ല, ഫുൾ ടൈം അവിടെ നിൽക്കാൻ പറ്റില്ല. കുറെ കാശൊക്കെ ചെലവാക്കി വക്കീലിനെ വെച്ച് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും അവൻ ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. എല്ലാ കോടതികളും അവന്റെ ജാമ്യം നിഷേധിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് പ്രോസിക്യൂഷൻ അതിനെ എതിർത്തത് കൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ ജാമ്യം കിട്ടിപ്പോയേനെ. കാരണം ഇവനോടത്ത് പോകാനൊന്നും ആഗ്രഹമില്ല. ഇവൻ എന്തായാലും കുറ്റം സമ്മതിക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തു, കുറ്റപത്രം സമർപ്പിച്ചു, ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു. ജാമ്യം കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അത് നിഷേധിക്കുകയായിരുന്നു. അങ്ങനെ അവന് ജാമ്യം കിട്ടാതെ ഇപ്പോഴും 8 വർഷം ആകാൻ പോകുന്നു. സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കേസ് തീർന്നിട്ടില്ല, അവരെ ശിക്ഷിച്ചിട്ടില്ല. അഥവാ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവൻ പുറത്തിറങ്ങിയേനെ. കാരണം ശിക്ഷ പരമാവധി എനിക്ക് തോന്നുന്നു 7 വർഷം ആണ് കിട്ടാവുന്ന ചാൻസ്. ഹോമിസൈഡ് അല്ലേ, 7 വർഷത്തേക്കേ കിട്ടുള്ളൂ. അപ്പൊ 8 വർഷമായിട്ട് അവൻ കിടക്കുന്നത് കഷ്ടമാണെന്ന് പലപ്പോഴും ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നാറുണ്ട്. പക്ഷേ വളരെ സന്തോഷമായിട്ട്, വളരെ സമാധാനത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ജീവിക്കേണ്ടിയിരുന്ന ഒരു കുടുംബം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. ഇത്രയും കാശ്, ഇത്രയധികം സ്വത്ത് വകകൾ, ഇത്രയധികം നല്ല സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബം, അമേരിക്കയിൽ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബം ഇങ്ങനെ ശിഥിലമായി പോകാനുള്ള ഒരു കാരണം ഈ ജോണിന്റെ ഒരു വാശി കൊണ്ടാണോ, അയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഈ ചില ആണുങ്ങൾ ഇങ്ങനെ ആയി പോകുന്നത്? മക്കളെ എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം ഉപദ്രവിക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ചെറുപ്പകാലത്ത് അവർക്കും ഇതുപോലെയുള്ള ക്രൂരതകൾ നേരിടേണ്ടി വന്നതുകൊണ്ടായിരിക്കാം. അവരും ഇതുപോലെ അടി കൊണ്ടിട്ടൊക്കെ തന്നെ ആയിരിക്കാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പിതാവായിരുന്നിരിക്കാം അവർക്കുണ്ടായത്. അതുകൊണ്ട് എന്റെ മക്കളെയും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, അതെന്റെ അധികാരം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ? അതോ ഈ പ്രകൃതിയാ ഉള്ള എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? ഞാൻ കുഞ്ഞമ്മയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ എപ്പോഴും മോനെ ഉപദ്രവിച്ചിരുന്നത് എന്ന് ചോദിച്ചപ്പം അവരൊന്നും പറഞ്ഞില്ല. അവര് അറിയില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. പക്ഷെ അവര് നേഴ്സ് ആയിരുന്നതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി ഒരു വിവരമില്ല. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ രാത്രി ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ ആയിട്ട് ഷിഫ്റ്റുകളും ഒക്കെ എടുത്ത് ഇങ്ങനെ കാശ് കിട്ടുന്ന സംഭവമല്ലേ. അപ്പൊ അവരുടെ എപ്പോഴും ജോലി തിരക്കിലായിരുന്നു. ഇയാള് റിയൽ എസ്റ്റേറ്റ് ആയതുകൊണ്ട് ഇയാൾക്ക് അധികം ജോലിയൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ ഓഫീസിൽ പോയിരുന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ കൂടുതൽ സംരക്ഷിച്ചിരുന്നത് ഇയാളായിരുന്നത് കൊണ്ടായിരിക്കണം. ഇയാളുടെ ഒരു റെസ്പോൺസിബിലിറ്റി പോലെ നന്നാവണമെങ്കിൽ തല്ലണം, വളരെ കർശനമായ രീതിയിൽ വളർത്തിയാലേ അവനൊരു നിലയിലെത്തും എന്നൊക്കെയുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണോ കാശ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് മടി കാണിച്ചിരുന്നത്? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം, ഇതുപോലെയുള്ള പുരുഷന്മാര് ഇതുപോലെ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നത് എത്രമാത്രം അഭികാമ്യമാണ് എന്നുള്ളത്. സസ്നേഹം, ശ്രീലേഖ.